സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ട് സ്വർണം എത്തിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത് ഇന്നലെയാണ്. ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ അന്തർ സംസ്ഥാന സംഘത്തിലെ പ്രധാന കണ്ണിയായ KGF സ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷാജിയാണ് അറസ്റ്റിലായത്. പത്തനംതിട്ട സ്വദേശിയായ ഷാജി സ്വാമി ഈ തട്ടിപ്പിലൊരു വേന്ദ്രനാണെന്നാണ് പോലീസ് പറയുന്നത്. തൃശൂരിൽ നിന്നും ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തട്ടിപ്പിന്റെ പുത്തൻ വഴികൾ. എന്തും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്നറിഞ്ഞാൽ മലയാളി അവിടെ ഓടിയെത്തും. മലയാളിയുടെ ഈ ബോധം ഒന്നുകൊണ്ട് മാത്രമാണ് തട്ടിപ്പുകാർ തഴച്ചു വളരുന്നത്. ഇത് KGF സ്വാമിയുടെ കഥയാണ്. കള്ളനായ KGF ഷാജി സ്വാമിയുടെ കഥ. കൊടുങ്ങല്ലൂർ മാടവന അത്താണി സ്വദേശിയുടെ പരാതിയിലാണ് സ്വർണ്ണഖനിയുടെ പേരിൽ നടത്തിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. KGF പോലുള്ള വലിയ സ്വർണ്ണഖനികളിൽ നിന്ന് നേരിട്ട് വൻതോതിൽ സ്വർണ്ണക്കട്ടികൾ വാങ്ങി നൽകുമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചത്. തൃശൂർ റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന് ഇത് സംബന്ധിച്ച വിവരം പരാതിക്കാരൻ കൈമാറിയതോടെയാണ് കേസിൽ അന്വേഷണം ആരംഭിക്കുന്നതും KGF സ്വാമി എന്ന പേരിൽ അറിയപ്പെട്ട പത്തനംതിട്ട സ്വദേശി ഷാജിയെ പൊക്കുന്നതും. പ്രതി വാടകയ്ക്ക് താമസിച്ചിരുന്ന കൊടുങ്ങല്ലൂർ ഉഴവത്ത് കടവിലെ വീട്ടിൽ പോലീസ് നടത്തിയ മിന്നൽ റെയ്ഡിലാണ് ഷാജി പിടിയിലാകുന്നത്. പരിശോധനയിൽ ഇയാളുടെ പക്കൽ നിന്നും തട്ടിപ്പിനായി സൂക്ഷിച്ചിരുന്ന വ്യാജ സ്വർണ്ണക്കട്ടികളും നിരവധി റോൾഡ് ഗോൾഡ് ആഭരണങ്ങളും പോലീസിന് കണ്ടെടുക്കാനായി. സ്വർണ്ണഖനികളിൽ നിന്ന് വാങ്ങുന്ന സ്വർണ്ണക്കട്ടികൾ കുറഞ്ഞ വിലയ്ക്ക് ജ്വല്ലറികൾക്കും മറ്റും നൽകാമെന്ന് പറഞ്ഞാണ് പ്രതി തട്ടിപ്പ് നടത്തിയിരുന്നത്. വിശ്വാസ്യത വരാൻ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ സ്വർണ്ണക്കട്ടികൾ കാണിച്ചായിരുന്നു ഇടപാടുകൾ. ആളുകളോട് പറയുന്നത് 50 ലക്ഷം 75 ലക്ഷമൊക്കെ നിങ്ങൾ മുടക്കിയാൽ ഇരട്ടിയായിട്ട് ലാഭം കിട്ടും. ഇങ്ങനെ പലരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചതായിട്ടാണ് ഇപ്പോൾ കിട്ടിയത്. ഇയാളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇയാൾക്ക് പല പേരുകളുണ്ട്. ഇയാളുടെ കയ്യിൽ വ്യത്യസ്ത ID കാർഡുകളുണ്ട്. മണ്ണുത്തി അഡ്രസ്സുണ്ട്, പത്തനംതിട്ട അഡ്രസ്സിൻ്റെ ID കാർഡുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലെ വിവിധ ജില്ലകളിലെ ഓരോ അഡ്രസ്സുള്ള ID കാർഡ് ഇടയിലുണ്ട്. ഇതെല്ലാം വ്യാജമാണ്. നിരവധി ജ്വല്ലറി ഉടമകളെയും സ്വർണ്ണ വ്യാപാരികളെയും ഇരയാക്കി ലക്ഷക്കണക്കിന് രൂപ ഷാജി തട്ടിയെടുത്തതായാണ് വിവരം. പണം നഷ്ടമായ പലരും പരാതി നൽകാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. 2021 തൃശൂർ പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാജ സ്വർണ്ണ ഗണപതി വിഗ്രഹം കാണിച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിലും 2021 തന്നെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ 18 ലക്ഷം രൂപയും 14 പവൻ സ്വർണവും തട്ടിയെടുത്ത കേസിലും KGF സ്വാമി പ്രതിയാണ്. കൊടുങ്ങല്ലൂർ DYSP P പ്രമോദ്, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP NS സലീഷ്, കൊടുങ്ങല്ലൂർ SHO PT ബിജോയ് തുടങ്ങിയവരായിരുന്നു KGF സ്വാമിയെ പിടികൂടാനുള്ള സംഘത്തിൽ ഉണ്ടായിരുന്നത്. KGF സ്വാമി എന്ന ഷാജി സ്വാമി ജാമ്യത്തിലിറങ്ങും. വീണ്ടും സ്ഥിരം കലാപരിപാടി തട്ടിപ്പ് തുടരുക തന്നെ ചെയ്യും. പൊതുജനങ്ങൾ കഴുതയല്ലെന്ന് സ്വയം ബോധ്യം നമുക്കെല്ലാവർക്കും വേണം. ഇത്തരം തട്ടിപ്പുകാരെ ഒരിക്കലും തഴച്ചു വളരാൻ അനുവദിക്കരുത്. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.